അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതച്ച് കിടത്തുന്ന ഒരു സമയമുണ്ടല്ലോ, അസ്റായിൽ എന്ന് പറയുന്ന മലക്കുമാടി വിളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, മരണത്തെ നേരിട്ട് കാണുന്ന സമയമുണ്ടല്ലോ. ഈ പായിപ്പാട് പള്ളിയിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവനും നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ച ഭർത്താവേ, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച പെണ്ണ്, മരിച്ചു കിടക്കുമ്പോഴും കാണാ സഹോദരാ നിന്റെ മുഖത്താ പുഞ്ചിരി കാണാ സഹോദരാ. അതുകൊണ്ട് നീ സമയം കണ്ടെത്ത്, നിന്റെ ഭാര്യയോട് സംസാരിക്ക്. അവളുടെ മുഖത്ത് നോക്കിയാ നിന്റെ ടെൻഷൻ മാറണം, നിന്റെ പ്രയാസം മാറണം. അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് നിനക്ക് ഭാര്യയായി കിട്ടേണ്ടത്. അവളാണ് സാലിഹത്തായ ഭാര്യ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ പേടിച്ച് വിറച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് അവിടെന്ന് പറയുന്നു, ആര് കൈവിട്ടാലും അല്ലാഹു നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ യതീമീങ്ങളെ സ്നേഹിച്ചവരാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, വിധവകളെ സഹായിക്കുന്നവരാണ്. ഒരിക്കലും പടച്ച റബ്ബ് നിന്നെ കൈവിടില്ല എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത ഭാര്യ, പടച്ചവനെ അവളാണ് ഭാര്യ. അങ്ങനെയുള്ള പെണ്ണാണ് സാലിഹത്തായ ഭാര്യ. ഏതു ഭർത്താവാ മറക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനാ ഖദീജാനെ മറന്നില്ലല്ലോ, മരിക്കുന്ന കാലം വരെ മറന്നില്ലല്ലോ. ഖദീജയാരാ? ഖദീജയാരാ? അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ